ഹലോ എക്സാമിനർ സ്റ്റുഡൻസ്. അപ്പം നമ്മുടെ SSLC IT ICT പരീക്ഷയ്ക്ക് തിയറി ക്വസ്റ്റ്യൻസ് നല്ല ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൈത്തൺ ഗ്രാഫിക്സിൽ നിങ്ങൾ കുറേ ഡൗട്ട് ഉണ്ട്, കുറേ തെറ്റിക്കാറുള്ള കുറച്ച് സിമ്പിളായ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ പഠിപ്പിച്ചു തരാം. ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയറിനും എപ്പോഴും ചോദിച്ചിട്ടായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 5 ക്വസ്റ്റ്യൻ പഠിപ്പിക്കും, 5ഉം നിങ്ങൾ പഠിക്കണം. അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് IT പ്രാക്ടിക്കൽ അല്ല, തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഇത് പോരാതെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഏതൊക്കെ പ്രാക്ടിക്കലും തിയറി ക്വസ്റ്റ്യൻസ് അല്ല എന്തൊക്കെ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് വേണമെന്ന് കമൻസിൽ അറിയിക്കുക. ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് മൊത്തം കണ്ടങ്ങ് പഠിക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കോഡ് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, വൈൽ റണ്ണിങ് ദ അബവ് ഗിവൺ പ്രോഗ്രാം ഫോർ ഡ്രോയിങ് എ സ്ക്വയർ. ഒരു സമചതുരം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ ഒരു എറർ മെസ്സേജ് വരുന്നു. ഈ എറർ മെസ്സേജ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഏത് കമൻറ്റാണ് ആഡ് ചെയ്യേണ്ടത്? നമുക്ക് എന്ത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു സംഭവം, ഒരു ലൈബ്രറി ആഡ് ചെയ്യും അല്ലേ, ഒരു പ്രത്യേക ഒരു ആനിമലിൻ്റെ പേര് എന്തായിരിക്കും അതാണ് നോക്കേണ്ടത്. നിങ്ങൾ നോക്കേണ്ടത് ഫോർ ഐ, ഇതെന്തൊരു ലൂപ്പാണ് അല്ലേ, ഒരു ലൂപ്പാണ് ഇവിടെ വരുന്നത്. ഞാൻ ലൂപ്പ് കാണിച്ചു തരാം. ഫോർ ഐ ഇൻ റേഞ്ച് 4, അപ്പം 4 പ്രാവശ്യം ഈ ലൂപ്പ് റിപ്പീറ്റ് ആവും. ഫോർവേഡ് 10, റൈറ്റ് 90. അപ്പം ഇവിടെ പോയി റൈറ്റ് 90 എടുക്കുന്നു, താഴേക്ക് പോയി പിന്നെ ഫോർവേഡ് ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ കളർ ഇമ്പോർട്ട് ചെയ്യണോ? അതല്ല വേണ്ടത്, അത് വേണ്ട. ബ്ലൂ ആണോ ഒന്നും പറയണ്ട, എപ്പോഴും തന്നെ വന്നോളും. പിന്നെ ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് ആസ്ട്രിക്സ്. നമുക്കറിയാം ഇത് ഇമ്പോർട്ട് ചെയ്യാണ്ട്, ടേർട്ടിലിനെ ഇമ്പോർട്ട് ചെയ്യാണ്ട് ഒന്നും വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു എറർ വരും അല്ലേ. നമ്മൾ എന്ത് ഇനി കോഡ് നോക്കുമ്പോഴും നമുക്ക് വരയ്ക്കണമെങ്കിൽ ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് വരണം അല്ലേ. അതില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, കാരണം അതില്ലാണ്ട് വരയ്ക്കാൻ പറ്റില്ല എന്ന് ഓർത്തോ. ലെഫ്റ്റ് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് 90 ഡിഗ്രി തിരിക്കാം, അതുകൊണ്ട് കാര്യമില്ല. ഫോർവേഡ് 100, അതും കാര്യമില്ല. ആദ്യം തന്നെ ഇതില്ലാണ്ട് ഒന്നൊരു കോഡും വർക്ക് ചെയ്യില്ല എന്ന് മനസ്സിലാക്കണം, വരയ്ക്കുന്നത് വെച്ചിട്ട് നോക്കും. ഓക്കെ, അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ, ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് ആസ്ട്രിക്സ്. അടുത്ത ചോദ്യം നോക്കിക്കേ, ഒരു ഔട്ട്പുട്ട് തരാൻ വേണ്ടിയിട്ടാണ്. നോക്കിക്കേ, ചോദ്യം എന്താണ്? ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് ആസ്ട്രിക്സ്. അപ്പം ടേർട്ടിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, ഇനി വരയ്ക്കാൻ പറ്റും കേട്ടോ. ഫോർവേഡ് 100, നിങ്ങൾക്കറിയാം 100 ഫോർവേഡ് ആദ്യം തന്നെ ഡിഫോൾട്ട് ആയിട്ട് പോകുമ്പോൾ നമ്മൾ ടേർട്ടിൽ റൈറ്റിലേക്കാണ് പോകും അല്ലേ, മുകളിലേക്കല്ല, മുകളിലേക്ക് അപ്പല്ല. നമ്മൾ ഫോർവേഡ് 100 എന്ന് പറയുമ്പോൾ 100 യൂണിറ്റ് ഇങ്ങോട്ടേക്ക് പോയി. ഓക്കെ, എന്നാൽ അവിടുന്ന് ലെഫ്റ്റിലേക്ക് 130 ഡിഗ്രി തിരിക്കാൻ പറയുന്നു. അപ്പം 130 ഡിഗ്രി തിരിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അല്ലേ, ഇങ്ങനെ ഒരു ആംഗിൾ, ഇത് 130 ഡിഗ്രി ഉണ്ടാവും, അത് തിരിക്കുന്നു. അപ്പോൾ എന്താണ്, എന്നിട്ട് ഫോർവേഡ് 100 തന്നെ പോകുന്നു, ഇവിടെ 100 പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചു. ആംഗിൾ വിത്ത് 50 സൈസ് ഇല്ലല്ല, 50 എന്ന് പറയുമ്പോൾ ഒരു ഉള്ളിലത്തെ ആംഗിൾ ആയിരിക്കും അല്ലേ, നമ്മൾ മറ്റേ പുറത്തത്. ആംഗിൾ വിത്ത് 130 സൈസ്, ലൈൻ വിത്ത് 100 യൂണിറ്റ് അല്ല, ഇതാണോ? നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണിച്ചു തരാം, എങ്ങനെയാണ് വരാമെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഈ കോഡ് നിങ്ങൾ പൈത്തണിൽ കൊണ്ട് ഇട്ടാൽ ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക. ആംഗിൾ വിത്ത് 130 ഡിഗ്രി സൈസ്. ഓക്കെ, നിങ്ങളത് ആംഗിൾ മെഷർ ചെയ്യുന്നത് എവിടെ നിന്നാണ് നോക്കണം കേട്ടോ. പൈത്തണിൽ നിങ്ങൾ വിചാരിക്കും സാർ നമുക്കിത് മെഷർ ചെയ്താൽ പോരാ, അത് മെഷർ ചെയ്താൽ പോരാ. ഓക്കെ, അപ്പം എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? നമുക്കറിയാം ലെഫ്റ്റിലേക്ക് 130 ഡിഗ്രി മെഷർ ചെയ്യുന്ന പറയുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് എന്ന് ടേർട്ടിൽ ഫേസ് ചെയ്യുന്നത്, എന്നിട്ട് എന്താണ് ഇങ്ങനെ 130 ഡിഗ്രി മെഷർ ചെയ്യും. ഇങ്ങനെയാണ് ലെഫ്റ്റിലേക്ക് 130 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ആ ആമേൻ്റെ ലെഫ്റ്റിലേക്ക് 130 ഡിഗ്രി മെഷർ ചെയ്തു, അതാണ് വരിക. ഓക്കെ, അതന്നെ ആൻസർ വരിക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. നമ്മൾ ടേർട്ടിൽ ഇമ്പോർട്ട് ചെയ്തെന്തോ വരയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഫോർ ഐ, ഒരു ലൂപ്പാണ് തുടങ്ങുന്നത്. ഫോർ ലൂപ്പ്, ഐ എന്ന് പറഞ്ഞ വേരിയബിള് 3, റേഞ്ച് എത്ര? 3 പ്രാവശ്യം ആവും. ഓക്കെ, റേഞ്ച് 3 പ്രാവശ്യം, 3 തവണ ഇത് റിപ്പീറ്റ് ആവും. ഫോർവേഡ് 100, അപ്പം ഞാൻ ഏകദേശം വരച്ചില്ല, ഞാനത് കറക്റ്റ് ആയിരിക്കില്ല. നോക്കിയേ, 100 ഡിഗ്രി ഫോർവേഡ്, 50 യൂണിറ്റ് ഫോർവേഡ് പോയി. ഓക്കെ, 100 പോയി. റൈറ്റിലേക്ക് 120 ഡിഗ്രി, അപ്പോൾ ഇങ്ങനെ പോകുന്നു. ഓക്കെ, 120 ഡിഗ്രി ഏകദേശം ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഇനി എന്താണ്, പിന്നെയും മൂവ് ഫോർവേഡ് 50 പോയി, പിന്നെയും 120 പോയി, പിന്നെയും മൂവ് ഫോർവേഡ്, ഇങ്ങനെ ഏകദേശം എന്തെങ്കിലും ആയിക്കോട്ടെ. ക്വസ്റ്റ്യൻ ഇതായിരിക്കില്ല കേട്ടോ, ഭാഗ്യത്തിന്. നോക്കിയേ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഫോർ ദ കമാൻഡ് ഫോർ ഐ ഇൻ റേഞ്ച് 3? 4 എന്ന് പറയുമ്പോൾ എന്താ, ഫോർ ഐ ആദ്യം ഒരു വേരിയബിളാണ്. ഐ എന്താണ്, ആദ്യം ഒരു നമ്പർ ആയിരിക്കും, 2 ആവും, 3 ആവും. അപ്പോൾ എന്താണ്, റേഞ്ച് 3 എന്ന് പറയുന്നുണ്ട്. 3 ആവുന്നത് വരെ, ഐ എന്നുള്ള ആൾ 3 ആവുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ താഴെ കാണുന്ന കോഡ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. റിപ്പീറ്റ് ചെയ്യുന്ന കോഡുകളെ നമ്മൾ പറയും ലൂപ്പ് അല്ലേ. നമ്മൾ കയറ് കെട്ടിയിട്ട് ലൂപ്പാക്കുന്നൊക്കെ പറയില്ലേ, ലൂപ്പ്, അതാണ് സംഭവം. അപ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച് 3 എന്ന് പറയുന്നത് എന്തിനാ? ഫോർ ഐ ഇൻ റേഞ്ച് 3 എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യാനാണ് 3 പ്രാവശ്യം. അപ്പോൾ ഇതല്ല റിപ്പീറ്റ് ദ കമാൻഡ് 50 ടൈംസ് ആണോ? അല്ല, അത് 50 യൂണിറ്റ് ഫോർവേഡ് പോകാനുള്ള ഒരു കുഞ്ഞ് കമാൻഡ് ആയിരുന്നു, ഫോർവേഡ് 50. ടു റിപ്പീറ്റ് ദ കമാൻഡ് ഫോർ ലൂപ്പ് 50 ടൈംസ്, 3 ടൈംസ്. ആ 3 ടൈംസ്
ഫോർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനാണ് മനസ്സിലാക്കുക. അതിന് ആൻസറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് കണ്ട ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പൊതുവെ എല്ലാവരും കൺഫ്യൂഷൻ ആവുന്നതാണ്. ഫോർ ലൂപ്പിൽ റേഞ്ചിൻ്റെ 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പൊതുവെ എല്ലാവർക്കും തെറ്റും. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഓക്കെ, ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഓക്കെ, ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് ആസ്ട്രിക്സ് ഫോർ ഐ ഇൻ റേഞ്ച്. അപ്പോൾ ഫോർ ലൂപ്പ് തുടങ്ങി. ഐ എന്താണ് റേഞ്ചിൽ ആദ്യം 10 ആയിരിക്കും. പിന്നെ എന്താ സംഭവിക്കുക, ഈ 3 വാല്യൂ ഉണ്ടാവും. അപ്പോൾ നോക്കിയേ, സർക്കിള് ഈ 3 വാല്യൂവിൽ എന്തോ വരയ്ക്കും. സർക്കിൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരയ്ക്കും. അതിൻ്റെ റേഡിയസ് ആണ് ഈ ഐ. ഓക്കെ, ഐ ഇങ്ങനെ മാറി കളിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് എല്ലാവരും കൺഫ്യൂഷൻ. എല്ലാവരും ശ്രദ്ധിച്ചേ, ഇവിടെ എല്ലാവരും തെറ്റിക്കും ഈ റേഞ്ചിനുള്ളിൽ. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ തെറ്റും. ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഇവർ ചോദിക്കുന്ന ഹൗ മെനി സർക്കിൾസ് വിൽ ബി ദെയർ ഇൻ ദ ഔട്ട്പുട്ട്. ഓക്കെ, എത്ര വൃത്തങ്ങളുണ്ടാവും ഔട്ട്പുട്ടിൽ. അപ്പോൾ നിങ്ങൾ പറയും, സർ ആദ്യം നമുക്ക് എന്താണ് 10ൻ്റെ റേഡിയസ് വരയ്ക്കും, പിന്നെ 51ൻ്റെ റേഡിയസ് വരയ്ക്കും, പിന്നെ 20 വരയ്ക്കും അല്ലേ. അത് തെറ്റാണ് കേട്ടോ. ഈ 3 നമ്പർ എന്ന് പറയുമ്പോൾ ഐൻ്റെ 3-4 നമ്പർ അല്ല പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റാർട്ടിങ് വാല്യൂ. ഓക്കെ, ഐ എന്നുള്ള വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂ എന്താണ്? 3 എണ്ണം കൊടുക്കുമ്പോൾ ഇത് സ്റ്റാർട്ട്. ഓക്കെ, ഇത് എൻഡ് വാല്യൂ മാക്സിമം. ഇതിനെക്കാട്ടും ഇതാവില്ല, ഇതിനെക്കാട്ടും കുറവാവുള്ളൂ. അതുപോലെ ഇത് ഈ മൂന്നാമത്തെ വാല്യൂ എന്താണ്? ഇൻക്രിമെൻറ്റാണ്. എത്ര കൂട്ടണം ഓരോ പ്രാവശ്യം കേട്ടോ, എത്ര കൂട്ടണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആദ്യം ഐ എന്ന് പറയുന്നത് എന്താണ്? ഐ എന്ന് പറയുന്നത് 10 ഓക്കെ, 10ൻ്റെ കൂടെ നമ്മൾ എന്താണ് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്? ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത് 20. അപ്പോൾ 20 കൂട്ടുമ്പോൾ പിന്നെ എന്താണ് അടുത്ത പ്രാവശ്യം ഐ ആവുക? ഞാൻ കാണിച്ചു തരാം. ഐ ആദ്യം 10 ആയിരിക്കും, പിന്നെ 20 കൂടെ ആഡ് ചെയ്യുമ്പോൾ 30 30ൻ്റെ കൂടെ 20 കൂടെ ആഡ് ചെയ്യുമ്പോൾ 20 തന്നെ കൂട്ടിക്കൊണ്ടിരിക്കണം, 50. ഇനി ഞാൻ ഒരു 20 കൂടി ആഡ് ചെയ്യുമ്പോൾ 70. പക്ഷേ 70 എന്ന് പറയുന്നത് എപ്പോഴും ഈ രണ്ടാമത്തെ എൻഡ് പോയിൻറ്റിനെക്കാളും ചെറുതായിരിക്കണം. 70 എന്ന് പറയുമ്പോൾ 51നെക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ അയാൾ വരില്ല. അപ്പോൾ നോക്കിയേ, ഈ റേഡിയസുള്ള സർക്കിളുകളെ വരയ്ക്കുക. അപ്പോൾ ആദ്യം 10 വരച്ചു, പിന്നെ 30 വരച്ചു, പിന്നെ 50 വരച്ചു. അപ്പോൾ 3 എണ്ണമാണ് ആൻസർ. ഭാഗ്യത്തിന് ഈ ക്വസ്റ്റ്യനിൽ 3 എണ്ണം വന്നത്. പൊതുവേ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കോഡ് ഒരു 3 കോമ ഇട്ടിട്ടുള്ളത് 4 5 ഒക്കെ സർക്കിൾ വരാം. അപ്പോൾ മനസ്സിലായല്ലോ, സ്റ്റാർട്ട് എൻഡ് പിന്നെ എത്ര ഇൻക്രിമെൻറ്റ് എത്ര കൂടുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത് ഓരോ പ്രാവശ്യം. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ? 3 വരിക. അപ്പോൾ നോക്കി, ഇങ്ങനെയാണ് ഔട്ട്പുട്ട്. ഒരു കുഞ്ഞ് സർക്കിൾ, വലിയ സർക്കിൾ, ഇതാണ് വരിക. ഓക്കെ, എങ്ങനെ അത് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മക്കളെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അങ്ങനെ തന്നെ എക്സാമിന് വരും. ഇനി നിങ്ങൾക്ക് ഏത് പ്രാക്ടിക്കലാണോ തിയറിയാണോ ക്വസ്റ്റ്യൻസ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് നമുക്ക് ഈ ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ ഐഡൻറ്റിഫൈ ദ നമ്പർ ഓഫ് സ്ക്വയർസ് ഇൻ ദ ഔട്ട്പുട്ട് ഗിവൺ ദ പൈത്തൺ പ്രോഗ്രാം. എത്ര സ്ക്വയറുകൾ, സമചതുരങ്ങൾ ഇതിലുണ്ടാവും എന്നാണ് പറയുന്നത്. 2 ലൂപ്പ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിൽ ലൂപ്പ് ഉണ്ട്. അപ്പോൾ നോക്കാം. ആദ്യം ഇവർ പറയുന്നത് ടേർട്ടിലിന് ഇമ്പോർട്ട് ചെയ്യുന്നു. സിമ്പിൾ കാര്യം. ഫോർ ഐ ഇൻ റേഞ്ച് 6. ഓക്കെ, 6 പ്രാവശ്യം ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, 6 പ്രാവശ്യം ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം എന്താ സംഭവിക്കുന്നത്? റൈറ്റിലേക്ക് 60 ഡിഗ്രി തിരിയുന്നു. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മുടെ ടേർട്ടിൽ എപ്പോഴും ഇങ്ങോട്ടായിരിക്കും ഫേസ് ചെയ്തിരിക്കുന്നത് അല്ലേ, ഇങ്ങോട്ട്. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ, നമുക്ക് പറ്റുമോ നോക്കാം. ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുക. അപ്പോൾ ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്നു. അയാൾ 60 ഡിഗ്രി തിരിക്കുന്നു. അപ്പോൾ 60 ഡിഗ്രി തിരിക്കുന്നു പറയുമ്പോൾ ഇങ്ങനെ. ഓക്കെ, ഞാൻ ഏകദേശം പറയാം കേട്ടോ. ഇനി 4 പ്രാവശ്യം ഇത് സംഭവിക്കണം. ഓക്കെ, 4 പ്രാവശ്യം ജെ ഇൻ റേഞ്ച് 4. ജെ എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം മാറും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എന്താണ്? ഫോർവേഡ് 100. അപ്പോൾ നോക്കിയേ, ഒരു പ്രാവശ്യം 100 പോയി, റൈറ്റിലേക്ക് 90 ഡിഗ്രി തിരിഞ്ഞു 100, പിന്നെ ഇത് ഇങ്ങനെ പോയി. ഇപ്പോൾ ഒരു സ്ക്വയറായി. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു സ്ക്വയർ പ്രോപ്പറായിട്ട് തന്നെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ ഒരു പ്രാവശ്യം നടന്നു. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ലൂപ്പ് ഒരു പ്രാവശ്യം കഴിയും. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? റൈറ്റ് വീണ്ടും 60 നടക്കുന്നു. ഓക്കെ, പിന്നെയും 60 ഡിഗ്രി. അപ്പോൾ നോക്കിയേ, റൈറ്റിലേക്ക് 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ എന്താണ് ഈ സെയിം സ്ക്വയർ വരയ്ക്കുന്ന പ്രൊസീജിയർ. ഓക്കെ, ഇത് ആൻസർ വരയ്ക്കുന്ന പെർഫെക്റ്റ് ആയിരിക്കില്ല, പക്ഷേ അത് കഴിഞ്ഞു. ഇനി എന്താ? വീണ്ടും 60 ഡിഗ്രി തിരിയുന്നു. ഇങ്ങനെ എത്ര പ്രാവശ്യം 60? ഇത് ഒരു സ്ക്വയർ വരയ്ക്കാനുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കോഡ് കാണുമ്പോൾ മനസ്സിലാണ്. ഇതെന്താണ്? ഇയാൾ ഒരു സ്ക്വയർ വരയ്ക്കാനുള്ള കോഡാണ്. ഇതെന്താണ്? സ്ക്വയർ വരയ്ക്കാനുള്ളത്. അത് എത്ര പ്രാവശ്യം നടക്കുന്നുണ്ട്? 6 തവണ. 60 ഡിഗ്രി തിരിഞ്ഞ് പക്ഷേ 6 പ്രാവശ്യം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ 6 സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ 4 സ്ക്വയർ അല്ല, ഒരു സ്ക്വയർ വരയ്ക്കാൻ 4 ലൂപ്പ് ഉണ്ട് അല്ലേ, ഫോർവേഡ്. ഇത് ഒരു സ്ക്വയർ വരയ്ക്കാനുള്ള ലൂപ്പ് കേട്ടോ. അപ്പോൾ നോക്കി, ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരിക. നോക്കി എത്ര സ്ക്വയർ ഉണ്ട്? 1 2 3 4 5 6 6 സ്ക്വയർ ഉണ്ട്. ഇതാണ് ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് ഇനിയും ക്വസ്റ്റ്യൻസും ഇനിയും തിയറിയും പ്രാക്ടിക്കലൊക്കെ ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കിയുള്ള ക്ലാസ്സൊക്കെ വരുന്നതായിരിക്കും. ഏതൊക്കെ ക്ലാസ് വേണമെന്ന് അറിയിക്കുക. അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. ഓക്കെ.